സുരേഷേ സുരേഷേ ഡാ എഴുന്നേക്കടാ. അവനെ എന്നത്തെ പോലെ മൂടി പുതച്ച് കിടന്ന് ഉറങ്ങുന്നു. എടാ ഇന്ന് 10 മണിക്ക് ബ്രോക്കർ വരാന്ന് പറഞ്ഞില്ലേ, നിനക്ക് പെണ്ണ് കാണാൻ പോവണ്ടേ? ഡാ ജട്ടി ഉണങ്ങിയ പടയിൽ കാണിക്കുന്നത്. ചേട്ടത്തി നമ്മളെ വീട്ടിലോട്ട് ആരാ വരുന്നത്? ചേട്ടത്തി എന്തോ നീ കാണിക്കുന്നത്? നല്ലൊരു പരിപാടിയായിരുന്നു അത്. എടാ പരിപാടിയൊക്കെ കൊള്ളാം. നീ എന്താ ഇതിനകത്തിരിക്കുന്നത്? എടാ നീയേ നിന്റെ ഭാര്യ നീ കൊണ്ട് കളഞ്ഞതല്ല, അവള് ഒളിച്ചോടി പോയതാ. നീ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുന്നത് എന്തിനാ അനിയ? 24 മണിക്കൂറും TV കാണല്, കഴിക്കല്. എടാ നീ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി 4 പേരെ കാണ്. ഞാൻ എങ്ങനെ ഏട്ടത്തി പുറത്തിറങ്ങാം? ആൾക്കാർ ഓരോന്നും ചോദിക്കില്ല എൻ്റെ അടുത്ത്. അവൾ എങ്ങനെ പോയി, എന്തുകൊണ്ട് പോയി, നിനക്ക് കഴിവില്ലേ, ഇതൊക്കെയാണ് ഓരോരുത്തന്മാർ ചോദിക്കുന്നത്. എടാ ആളുകളുടെ വാ പൊത്താനായിട്ട് പറ്റില്ല. എനിക്ക് ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഏട്ടത്തി. എടാ എന്നും പറഞ്ഞോടെ നീ ഇങ്ങനെ ഇരുന്നാലോടാ? ഞാൻ എത്ര പേരുടെ സമാനം പറയും? എടാ നിനക്ക് നല്ലൊരു തൊഴിൽ അറിഞ്ഞൂടെ? എത്ര പേരാണ് നിന്നെ ഇത് തന്നെയാണ് ചോദിക്കുന്നത്, വേറെ ഒന്നും ചോദിക്കില്ല. അവൻ കണ്ട ഉടനെ എന്റെ അടുത്ത് പെണ്ണുപിള്ളേരെ കേസാ ചോദിക്കും. എടാ അത് അങ്ങനെയാണ് എന്നും പറഞ്ഞോണ്ട് നീ നിന്റെ ജീവിതം ഇവിടെ ഇരുന്ന് സിനിമയും കണ്ട് ആഹാരവും കഴിച്ചിട്ട് ഇങ്ങനെ കളയാനാണോ? ഓ ചേട്ടൻ അകത്ത് ഡ്രസ്സ് മാറണം. ഇപ്പൊ ഇറങ്ങും. റെഡി ഇപ്പൊ ചേട്ടൻ ഡ്രസ്സ് മാറണം. ഒന്ന് കാപ്പി പിടിച്ചാ? ആണോ? ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടാ. ഓ നമ്മള് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ. ഇതാണ് ചെക്കൻ, പേര് സുരേഷ്. ഇനി പെണ്ണിനെ വിളിക്കുക, അവര് തമ്മിൽ കാണട്ടെ. എന്താ പേര്? എൻ്റെ പേര് മഞ്ജു. ചേട്ടന്റെ പേരും നേരത്തെ പറഞ്ഞത് തന്നെയാ, എന്നാലും ചോദിക്കുക. എന്താ പേര്? പേര് സുരേഷ് എന്നാണ്. നല്ല ഒന്നാം തരം പാചകക്കാരനാണ്. എന്തിനു മുട്ടിയാലും അന്നത്തിന് മുട്ടത്തില്ല.
സംസാരിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കട്ടെ. എന്തൊക്കെ ആയിരുന്നു പോണ പോക്ക് കണ്ട. എന്നെ എങ്ങനെ ഇഷ്ടായോ? ഇഷ്ടായോ ചോദിക്കുന്നില്ല, എന്നാലും ഇഷ്ടായോ? ഇഷ്ടായി. ചേട്ടന് ഒരു ദിവസം പാചകത്തിന് എത്ര രൂപ കിട്ടും? എനിക്ക് പോയാൽ 4000 രൂപ കിട്ടും. തടി ഇത്തിരി കൂടുതലാണല്ലേ? കുഴപ്പമില്ല, മെയിൻറ്റെയിൻ ചെയ്യാം, എക്സസൈസ് ഒക്കെ ചെയ്യാം. നേരത്തെ നടക്കാനൊക്കെ പോകുമായിരുന്നു, അവള് പോയ പിന്നെ ഒന്നിനും പോകാനില്ല. Wow.